സിദ്ധാർത്ഥന്റെ മരണത്തിൽ കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ് ചാൻസലർ കൂടിയായ ഗവർണർ. ഇപ്പോൾ വെറ്ററി സർവകലാശാല VC-ക്കെതിരെ നടപടി ഉണ്ടാകുന്നു. ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഡോക്ടർ MR ശശീന്ദ്രനാഥിന് സസ്പെൻഷൻ. ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചാൻസലർ കൂടിയായ ഗവർണർ. വെറ്ററി സർവകലാശാല VC-ക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നടപടിയെടുത്തത് ഗവർണറാണ്. കഴിഞ്ഞ ദിവസം രൂക്ഷമായ പ്രതികരണം ഗവർണർ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ MR ശശീന്ദ്രനാഥിനെ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം ഗവർണറുടെ ഭാഗത്ത് വരുന്നത്. അമൽ തേനമ്പറമ്പിൽ ചേർന്നു. അമൽ, അതീവ ഗൗരവതരമായ നടപടി, VC-യെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ സംഭവത്തിന്റെ ഗൗരവം അതൊരിക്കൽ കൂടി വ്യക്തമാക്കുന്നുണ്ട് ഗവർണർ. ഇന്നലെ തന്നെ രൂക്ഷമായ ഭാഷയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിന്റെ തുടർച്ചയായി ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. രതീഷ, ഇത്രയും കടുത്ത നടപടി പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും VC-യെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് ഈ ഒരു തീരുമാനം ഗവർണർ പ്രഖ്യാപിക്കുന്നത്. ഇന്നലെ സിദ്ധാർത്ഥന്റെ വീട് ഗവർണർ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ VC-യുടെ ഭാഗത്തു നിന്നും ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടൊക്കെ ഗവർണർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള വീഴ്ച കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഡീൻ അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ വീഴ്ചയ്ക്കെതിരെ പോലും നടപടി ഉണ്ടായിരുന്നില്ല. ആ നടപടി പോലും VC എടുക്കാതിരിക്കുന്ന സമയത്താണ് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന തുടർച്ചയായ ആരോപണം ഈ മരിച്ച സിദ്ധാർത്ഥന്റെ കുടുംബം അടക്കം ഉന്നയിക്കുമ്പോൾ, മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കളടക്കം ആ വിഷയം ഉന്നയിക്കുമ്പോൾ ഡീനെതിരെയോ അല്ലെങ്കിൽ ആ കോളേജിൽ ഈ കൊലയാളികൾക്കൊപ്പം നിന്ന് അവരെ സഹായിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം നേരിടുന്ന അധ്യാപകർക്കെതിരെയോ ഒരു ചെറുവിരൽ അനക്കാൻ പോലും അവിടുത്തെ VC തയ്യാറാകാതിരുന്നപ്പോഴാണ് VC-ക്കെതിരെ തന്നെ ഏറ്റവും കടുത്ത നടപടി ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചാൻസലർ കൂടിയായ ഗവർണറാണ് പ്രഖ്യാപിക്കുന്നത്. VC-യെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിനുള്ള ഉത്തരവും ഗവർണർ നൽകുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഉന്നതതല അന്വേഷണത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ഗവർണറുടെ നിലപാട്. അതിന് അനുമതി തേടി ഹൈക്കോടതി അടക്കം അതിന് നിയമ നടപടികളിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം കൂടി ഗവർണർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ VC-യെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി തുടർ നടപടികൾ എന്തുണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ വിഷയത്തിൽ VC-യോടൊരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ ചോദിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി ഗവർണർ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും സമീപകാലത്ത് ഇത്തരം ഒരു വിഷയത്തിൽ ഇത്രയും കടുത്ത നടപടി ഉണ്ടായിട്ടില്ല. ആ നടപടിയിലേക്ക് ഗവർണർ കടന്നിരിക്കുന്നു. ഇന്നലെ ഗവർണർ ആ വീട് സന്ദർശിച്ച ശേഷവും വലിയ തോതിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ അവിടുത്തെ വിദ്യാർത്ഥികൾക്കെതിരെയും ഈ അക്രമികളായ വിദ്യാർത്ഥികൾക്കെതിരെയെല്ലാം ഗുരുതരമായ ആരോപണങ്ങളും വിമർശനവുമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനാൽ തന്നെ നടപടി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇത്ര വേഗത്തിൽ ഇത്ര കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല രതീഷ്.